സ്വിഫ്റ്റ് പെട്രോൾ കേട്ടോ. കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് ബേക്കിൽ നിന്ന് ഒരു ഇടിപ്പ് സൗണ്ട്. അങ്ങനെ ഇതിൻ്റെ ഡിക്കി തുറന്ന് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച ഇത് കണ്ടോ. ഇതിൽ CNGൻ്റെ കുറ്റി വെച്ചിരിക്കുന്നത്. ഇത് ഏത് വെളിവില്ലാത്തവനെ ഇങ്ങനെ വെച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഇത് ചെയ്ത ആൾക്കാരുടെ പേരുണ്ട് ഇതിൽ. പിന്നെ ഇപ്പോൾ അത് കാണിച്ചിട്ടൊരു വിഷയം വേണ്ട, അതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ ഒട്ടിച്ച് വെച്ചത്. അപ്പോൾ ഇതുണ്ട്, അതിൻ്റെ അടിയിൽ സ്റ്റെപ്പിനെയൊക്കെ ഉണ്ട്. ഇത് എങ്ങനെ ഈ സ്റ്റെപ്പിനെയൊക്കെ പുറത്തെടുക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഇത് എന്ത് ഇതിലാണ് ഇങ്ങനെ വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആ ഒരു വെയിറ്റ് കൊണ്ട് ഇതിൻ്റെ ഈ ഷോക്ക് ഉണ്ടോ, 2 ഷോക്കും പോയി. ഇതുണ്ടോ, ഷോക്കൊന്നും റിട്ടേൺ വരുന്നില്ല, പോയി. അപ്പോൾ ഈ ഷോക്ക് അഴിച്ചെടുക്കാനും ഞാൻ നല്ല കളി കളിച്ചിട്ടാണ് ഈ 2 ഷോക്ക് ഞാൻ അഴിച്ചെടുത്തത്. അപ്പോൾ ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നവർ കുറച്ചും കൂടെ ഒരു മെനക്ക് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമർ ശ്രദ്ധിക്കുക. CNG ഒന്നെങ്കിൽ പുറമേ നിന്ന് ചെയ്യാതിരിക്കുക. അത്രയ്ക്ക് CNGൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ CNG ഉള്ള പുതിയ വണ്ടി മേടിക്കുക, അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഈ ടാങ്ക് ഉള്ളിടത്തോളം കാലം ഈ ഒരു വണ്ടീൻ്റെ ബേക്കിലത്തെ സൗണ്ട് പോകില്ല. ഇതിപ്പോൾ നമ്മൾ പുതിയ ഷോക്ക് ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഷോക്ക് ഇത് കുറച്ച് ഓടുമ്പോഴത്തേനും ആ ഷോക്കും കംപ്ലൈൻ്റ് ആവും പെട്ടെന്ന് തന്നെ.